ഹായ് കൂട്ടുകാരെ, എല്ലാവരും വേഗം വാ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ന് ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന കുറച്ച് സെൻറ്റൻസസ് എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് വേഗം പഠിക്കാം. അപ്പം എല്ലാവരും പെട്ടെന്ന് റെഡിയായി വാ. വേക്ക് അപ്പ്, വേക്ക് അപ്പ്, ഉണരുക. വേക്ക് അപ്പ്. ഉഠോ, ഉഠോ, ഉഠോ. ഇത് ആപ്പ് ഉഠിയേ, താങ്കൾ എഴുന്നേറ്റാലും ഉണർന്നാലും ആപ്പ് ഉഠിയേ. തും ഉഠോ, നീ എഴുന്നേൽക്ക്. തും ഉഠോ, ആപ്പ് ഉഠിയേ. അരെ ഉഠോനാ, സെയിം പ്രായക്കാർ നമ്മൾ പറയും, എഴുന്നേൽക്കടാ. അരെ ഉഠോനാ. അല്ലെങ്കിൽ ഉഡ്ജ, മാതാപിതാക്കൾ കുട്ടികളോട് പറയുമ്പോൾ ഉഡ്ജ, ജൽദി ഉഡ്ജ, വേഗം എഴുന്നേൽക്ക്. സ്കൂളിൽ പോകാൻ റെഡിയാകാനായിട്ട് പറയുന്ന നേരത്ത് പറയും, വേഗം എഴുന്നേൽക്ക്, ഉഡ്ജ. അരെ ഉഡ്ജാവോനാ. ഇതെല്ലാം നമുക്ക് ഉഠോ എന്ന്, ഉണരുക, എഴുന്നേൽക്കുക എന്നുള്ളിടത്ത് പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങൾ പഠിക്കണം. തും ഉഠോ, ആപ്പ് ഉഠിയേ, അരെ ഉഠോന, ഉഡ്ജ, ഇതൊക്കെ നമുക്ക് പറയാം. അടുത്തത് ഫോർഗോട്ട് ഇറ്റ്. ഫോർഗോട്ട് ഇറ്റ്, മറന്നുപോയി. നമ്മൾ പറയും പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയി എന്ന് പറയും. ഇതിനെന്താ പറയുക? ഭൂൽ ഗയാ, ഭൂൽ ഗയാ. ഹംനെ ഓ കിതാബ് ഭൂൽ ഗയാ. ഓ കലം തുമക്കു ദേനെ കെ ലിയെ ഹം ഭൂൽ ഗയാ. നിനക്ക് ആ പേന തരാൻ ഞാൻ മറന്നുപോയി. കലം എന്ന് പറഞ്ഞാൽ പേന. നിനക്ക്, തുംക്കോ, നിനക്ക് ആ പേന തരുന്നതിന് ഞാൻ മറന്നുപോയി. തുംക്കോ ഓ കലം ദേനെ കെ ലിയെ ഹം ഭൂൽ ഗയാ. ആ പുസ്തകം കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി. ഓ കിതാബ് ഹംനെ ഭൂൽ ഗയ, ഞാൻ മറന്നുപോയി. ഇതുപോലെ ഏത് വാക്കുകളും നമുക്ക് ഭൂൽ ഗയ പ്രയോഗിക്കാൻ പറ്റും. ആ ഭൂൽ ഗയാക്കിയാ, താങ്കൾ മറന്നുപോയോ? നമ്മളെന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ആ ഭൂൽ ഗയാക്കിയാ, ജോ ചീസ് ഹംനെ ബോലാ താ ആ ഭൂൽ ഗയാക്കിയാ. ഞാൻ പറഞ്ഞിരുന്ന കാര്യം താങ്കൾ മറന്നുപോയോ? ജോ ചീസ് ഹമേം ബോലാ താ ഓ ഭൂൽ ഗയാ ക്യാ. ഓക്കെ, അപ്പം ഭൂൽ ഗയ, മറന്നുപോയി. ഡോൺ ഡു ഇറ്റ്, ഇത് ചെയ്യരുത്. ഡോൺ ഡു ഇറ്റ്, ഇത് ചെയ്യരുത്. യഹ് മത് കരോ, യഹ് മത് കരോ. യഹ് ഇത്, മത്ത് ഡോണ്ട്, ചെയ്യരുത് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിന്ദിയിൽ മത്ത് പ്രയോഗിക്കുന്നത്. അപ്പം യഹ് മത്ത് കരോ, ചെയ്യരുത്. ഡോണ്ട്, നഹി എന്നുള്ള അർത്ഥം, മത്ത്. യഹ് മത് കരോ. ഇനി ഡോൺ ഹൈഡ്, മറയ്ക്കരുത്. ഡോൺ ഹൈഡ്, മറയ്ക്കരുത്. അതെങ്ങനെ പറയും? ചിപ്പാവോ മത്ത്, ചിപ്പാവോ മത്ത്. മത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ള അർത്ഥമാണെന്ന് പറഞ്ഞ നഹി. അപ്പം ചിപ്പാവോ മത്ത്, ഒളിച്ചു വയ്ക്കരുത്, മറയ്ക്കരുത്. ഓ ചിസ് ചിപ്പാവോ മത്ത്, ഒളിച്ചു വയ്ക്കരുത്. തും ക്യോം ചിപ്പാ രഹേ ഹോ, നീ എന്താ ഒളിക്കുന്നത്? തും ക്യാ ചിപ്പാ രഹേ ഹോ, എന്താ നീ ഒളിക്കുന്നത്? ചിപ്പാവോ മത്ത്, ഒളിപ്പിക്കണ്ട. അപ്പം ചിപ്പാവോ, तुम क्या छिपा रहे हो? छिपाओ मत. आप क्या छिपा रही है? छिपाओ मत. ओके. ബി കെയർഫുൾ, ബി കെയർഫുൾ, ശ്രദ്ധാലുവായിരിക്കുക, സൂക്ഷ്മതയോടെ ഇരിക്കുക, ശ്രദ്ധാലുവായിരിക്കുക. പിന്നെ സാവധാൻ രഹിയേ, സാവധാൻ രഹിയേ, സാവധാൻ രഹിയേ. നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കാൻ പറയുന്നതാണ് സാവധാൻ രഹിയേ. ആപ് സാവധാൻ സെ കീജിയേ, വളരെ ശ്രദ്ധയോടെ ചെയ്യേ. സാവധാൻ സെ കീജിയേ ജി,
सावधान कीजिए, सावधान. ഓക്കെ. ഡോണ്ട് മൂവ്, അനങ്ങരുത്, അവിടെ തന്നെ നിൽക്ക് എന്നൊക്കെ നമ്മൾ പറയാം. ഡോണ്ട് മൂവ്. ഹിൽന മത്, അനക്കരുത്. ഹിൽന മത്. ഓ ഹിൽന മത്, ഏ ജി ഉസ്കോ ഹിൽന മത്, അതിനെ അനക്കരുത്. ഓ ജി ഹിൽന മത്, അനങ്ങരുത്. ഉസ്കോ ഹിൽന മത്, അനക്കരുത്, അതിനെ അനക്കരുത്. ഇസ്കോ ഹിൽന മത്. ഡോണ്ട് വറി, വിഷമിക്കേണ്ട പറയാറുണ്ടല്ലേ പല കാര്യങ്ങളും. വിഷമിക്കേണ്ട, ഡോണ്ട് വറി. ചിന്ത മത് കരോ. ഉസ്കെ ലിയെ ചിന്ത മത് കരോ, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നേ. ഉസ്കെ ലിയെ ചിന്ത മത് കരോ. ഓ ചിന്ത ചോड़ दीजिए, ചിന്ത മത് കരോ. ചോड़ दीजिए എന്ന് പറഞ്ഞാൽ ചിന്തക്കോ ചോड़ दीजिए, ചിന്ത വിട്, ഉപേക്ഷിക്ക്. ഇത് തന്നെയാണ് ചിന്ത മത് കരോ, ചിന്തിക്കണ്ട, വിഷമിക്കണ്ട. അതിൻ്റെ നേരത്തെ നടക്കുമെന്ന് നമ്മൾ പറയും അല്ലേ. ഓ ചോड़ दो ना, ചിന്ത മത് കരോ. ലിസൺ ടു മീ. എന്താണ്? ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ലിസൺ ടു മീ. മേരി ബാത്ത് സുനോ. മേരി എൻ്റെ, ബാത്ത് കാര്യം, സുനോ കേൾക്കൂ. മേരി ബാത്ത് സുനോ. മേരി ബാത്ത് തോടാ സുൻ ലീജിയേ. എൻ്റെ ഞാൻ പറയുന്നത് ഒന്ന് കേട്ടാലും ഒന്ന് ശ്രദ്ധിക്ക്. മേരി ബാത്ത് തോടാ സുൻ ലീജിയേ. മേരി ബാത്ത് സുനോനാ. ഡു ഇറ്റ് നൗ. ഇപ്പോൾ ചെയ്യുക, ഇപ്പം തന്നെ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് ഡു ഇറ്റ് നൗ എന്ന് പറയും അല്ലേ. അബി കരോ. ये चीज़ तुम अभी करना है, ഇപ്പം ചെയ്യണം. അബി കരോ, അബി ഖാവോ, ഇപ്പം തിന്നണം. അബി പിയോ, ഇപ്പം കുടിക്കണം. അബി ഇപ്പോൾ, ഖാവോ കുടിക്കണം, പിയോ കുടിക്കണം, ഖാവോ കഴിക്കണം, കരോ ചെയ്യണം. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ അബി കരോ, ഇപ്പോൾ ചെയ്യണം. അബി ഖാവോ, ഇപ്പം തന്നെ കഴിക്കണം. അബി പിവോ, ഇപ്പോൾ കുടിക്കണം. ഓക്കെ. കം വിത്ത് മീ, എൻ്റെ കൂടെ വരിക, എൻ്റെ ഒപ്പം വാ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വാ. കം വിത്ത് മീ. മേരെ സാത്ത് ചലോ, എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വരൂ. മേരെ സാത്ത് ചലിയേ, എൻ്റെ കൂടെ വന്നാലും. മേരെ സാത്ത് ചലോനാ, എൻ്റെ കൂടെ വരൂന്നേ. അപ്പം മേരെ സാത്ത് ചലോ, എൻ്റെ കൂടെ വാ. മേരെ സാത്ത് ചലോനാ, എൻ്റെ കൂടെ വാന്നേ. മേരെ സാത്ത് ചലിയേ, എൻ്റെ കൂടെ വന്നാലും. ആപ് മേരെ സാത്ത് ചലിയേനാ, ആപ് മേരെ സാത്ത് ചലോ, തും മേരെ സാത്ത് ചലോ, ആപ് മേരെ സാത്ത് ചലിയേ. അരെ യാർ മേരെ സാത്ത് ചലോനാ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഈ വാക്കുകൾ ഞാൻ ഒരു കാര്യം തന്നെ പല തരത്തിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാക്ക് കൊണ്ട് തന്നെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പം ഇത് നിങ്ങളൊന്ന് അടുത്ത് ഭായിമാരുണ്ടാവും, ഹിന്ദിക്കാരൊക്കെ താമസിക്കുന്നവരുണ്ടാവില്ലേ, അവരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.